അച്ചുക്കുട്ടനും ഫൈസിക്കുട്ടനും അമ്മുക്കുട്ടിക്ക് യൂണിഫോമും ബാഗും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ. അമ്മുക്കുട്ടി സ്കൂളിൽ പോകുന്ന എനിക്കാ ടെൻഷൻ. അവള് പോകുന്നതിന് സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ അവള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പോകെ പോകെ കണ്ടറിയാം എന്താവൂന്ന്. കൊണ്ടുവിട്ടിട്ട് വരുമ്പോഴാണ് സീനാവുന്നത്. അങ്ങനെ സച്ചുനും ഫൈസിക്കുട്ടനുള്ള യൂണിഫോം ഒക്കെ കിട്ടി. റെഡിമെയ്ഡാണ് എടുത്തത് കേട്ടോ. പിന്നെ അമ്മുക്കുട്ടിക്കുള്ളത് വന്നിട്ടില്ലെന്നാണ് പറഞ്ഞു. അവിടെ യൂണിഫോം കൺഫേം ആയിട്ടില്ല എന്ന്, 2 ആഴ്ചയോളം എടുക്കുമെന്ന്. യൂണിഫോം എല്ലാം വാങ്ങിച്ചിറങ്ങി. ബാഗ് വാങ്ങിക്കുകയാണെങ്കിൽ സമയം 9 മണി. നാളത്തേക്കാക്കി ബാഗ് വാങ്ങിക്കാനായിട്ട്. അങ്ങനെ വേണ്ട അമ്മുക്കുട്ടി ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. വീട്ടിലോട്ട് കയറാൻ ഭയങ്കര മടിയായിരുന്നു അവൾക്ക്. അങ്ങനെ വീടെത്തി. പിന്നെ പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ. ഇനി 1-നെയും 2-നെയും അല്ലല്ലോ, 4 ഇനി സ്കൂളിൽ വിടണം. സിയാദിനെയും കൂടെ കൂട്ടിയിട്ട്. എൻ്റെ റബ്ബേ, ഇനി ഒട്ടും സമയം കാണത്തില്ല. അങ്ങനെ ബാഗ് വാങ്ങിക്കാൻ അവള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആ കടയിൽ കയറിയിട്ട് ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഓരോന്ന് എടുത്തിട്ട് ഓരോന്ന് കാണുമ്പോൾ, ഡോറ കാണുമ്പോൾ അത് മതി, മിക്കി മൗസ് കാണുമ്പോൾ അത് മതി, അങ്ങനെ മാറി മാറി അവൾ ബാഗ് ഇട്ട് നോക്കുവാണേ. അത് വേണമെന്ന് ചോദിക്കുമ്പോൾ മറ്റേത് മതി. അങ്ങനെ പല ബാഗും ഇട്ട് നോക്കുക. പിന്നെ ഫൈസിക്കുട്ടൻ ഒരു ബാഗ് എടുത്തു കേട്ടോ. അവൻ അത് മതി എന്ന് പറഞ്ഞു. പിന്നെ സച്ചിക്കുട്ടൻ പിന്നെ സൂക്ഷിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ബാഗ് പുത്തനോടിരിപ്പുണ്ട്. അങ്ങനെ ചെരുപ്പും ബാഗും ബെൽറ്റും എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ നേരെ വീട്ടിലേക്ക്. സ്വരലയമേകുവാൻ